ഫ്രണ്ട്സ് 5 വർഷം മുമ്പ് നമ്മൾ അൺബോക്സിങ് ചെയ്തൊരു റേഡിയോ ആണിത്. ഇന്ന് നമുക്കിതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് എന്തൊക്കെ നമ്മൾ അൺബോക്സിങ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്താണെന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ റേഡിയോയ്ക്കും ഒരു ഡ്രസ്സ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു സംഭവം നല്ല അടിപൊളിയായിട്ട് നമ്മൾ റേഡിയോ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത്ര ഡാമേജും കാര്യങ്ങളും വന്നതൊക്കെ ഈ ഒരു പുറത്ത് മാത്രമേ ഉള്ളൂ. പ്രൊഡക്റ്റ് നല്ല സേഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ആണെങ്കിലും എവിടെ ഡാമേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഈ ഒരു സ്ട്രാപ്പ് വരെ നല്ല സേഫായിട്ട് നിൽക്കുന്നുണ്ട്. ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു ലോക്ക് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബട്ടൺ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇതൊന്ന് റിമൂവ് ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത് റിമൂവ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ റേഡിയോ ഒരു സ്ക്രാച്ച് പോലും ആവാതെ നല്ല സേഫായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആൻറ്റിന കണ്ടില്ലേ, ഈ ഒരു ആൻറ്റിന പറയുന്നത് നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ പുറത്ത് കൂടെയാണ് വരുന്നത്. അതായത് ഈ ഒരു ഭാഗത്തേക്കൂടെ പുറത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഡിയോ താഴെ വീണ് കഴിഞ്ഞാലൊക്കെ ഈ ഒരു ആൻറ്റിന പൊട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ആൻറ്റിന പൊട്ടിപ്പോയത്. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ആൻറ്റിനയ്ക്ക് പകരം നമുക്കൊരു വയർ ഉപയോഗിച്ചും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നോബ് കേട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോബ് പൊട്ടിപ്പോയതിന് ശേഷം ഇപ്പോൾ പുതിയ നോബ് വെച്ചതാണ്. മുകളിൽ കണ്ടില്ലേ, ഇതാണ് ഒറിജിനൽ നോബ്. ആ ഒരു സ്റ്റൈലല്ല താഴെയുള്ള നോബ് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് വേറെ നോബ് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പഗേറിയുടെ ഈ ഒരു ക്രെറ്റ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിന് ആ നോബ് കംപ്ലൈൻറ്റ് വരുന്നുണ്ടെന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചാർജിങ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജിങ് ഒക്കെ നല്ല സേഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ബാറ്ററി ഇടാതെ വെറും ചാർജിങ്ങിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ ആയിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടൊന്നുമില്ല. എങ്ങനെയാണോ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചാർജിങ് ടൈം എന്ന് പറയുന്നതും 1 hour 2 hour നമുക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നതും ഒരു 3 hour വരെയൊക്കെ നമുക്ക് പ്ലേ ബാക്ക് ടൈം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. സ്പീക്കറിൻ്റെ വർക്കിങ്ങിലോ കാര്യത്തിലോ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നോർമൽ റേഡിയോ നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അതിൽ TV ചാനലൊന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ FM നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ആൻറ്റിനയുടെ ചെറിയൊരു തകരാറുണ്ടെന്നേ ഉള്ളൂ. നമുക്കൊരു വയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു FM കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സൗണ്ടിൻ്റെ നോബിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. USB മോഡിലേക്കൊന്ന് മാറ്റി നോക്കാം. USB ഇപ്പോൾ വർക്കിംഗ് ആണ്. നമ്മളുടേത് ഇവിടെ ബ്ലൂടൂത്ത് ആണ് ഓൺ ആയിട്ടുള്ളത്. ബ്ലൂടൂത്ത് പെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ ടൈം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ റേഡിയോ മോഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫായി പോയിട്ടുണ്ട്. ചാർജിൻ്റെ ഒരു പ്രശ്നത്താലാണ് ഇത് ഓഫായി പോകുന്നത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു USB സെക്ഷന് വേണ്ട അത്രയും ചാർജ് ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണത് പെട്ടെന്ന് ഓഫായി പോകുന്നത്. നമ്മുടെ നോർമൽ റേഡിയോ വർക്ക് ചെയ്യാനുള്ള ചാർജും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു USB സെക്ഷന് വർക്ക് ചെയ്യാനുള്ള ചാർജ് ഇപ്പോൾ ലഭിക്കുന്നില്ല. ഞാനിപ്പോൾ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. റേഡിയോ മോഡിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ തന്നെ ഇത് ഓഫായി പോയി. ഈ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഷോർട്ടോ അതുപോലെ തന്നെ ഓവറായിട്ട് ആ ഒരു ചാർജ് ബാറ്ററിയിൽ നിന്ന് ആ ഒരു ചാർജ് ഓവറായിട്ട് വലിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഓഫായി പോകുന്നത്. ഈ ഒരു USB സെക്ഷനിൽ പെൻ ഡ്രൈവ് ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഉള്ളിലെ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ബാറ്ററി കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. എക്സ്റ്റേണൽ ബാറ്ററി കാര്യങ്ങൾ ഇടുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ഈ ഒരു USB സെക്ഷന് വർക്ക് ചെയ്യാനുള്ള അത്രയും ചാർജ് സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഓഫായി പോകുന്നത്. കണ്ടോ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി പെട്ടെന്ന് ഓഫായി പോവുകയാണ് ചെയ്യുക. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഓഫായി പോയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ഈ ഒരു റേഡിയോയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്താണ് ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.